ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേ. ഇന്നത്തെ നമ്മുടെ വർക്ക് വന്നിട്ട് ഇതുപോലെ സോഫ്റ്റ് ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് കമ്പി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ അലിഗേറ്റർ ക്ലിപ്പ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ ഇതേമാതിരി കമ്പിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് അത്യാവശ്യം കട്ടിയുള്ള ടൈപ്പ് കമ്പിയാണ്. അതെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് പല ടൈപ്പിൽ കിട്ടും കേട്ടോ. ഇത് കണക്കത്തുള്ള വയറുകൾ പല ടൈപ്പിൽ കിട്ടും. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കട്ടിയുള്ള ടൈപ്പ് കമ്പിയാണ് കേട്ടോ. ഇതുപോലൊരു ഗ്ലാസ് എടുത്തിട്ടാണ് ഞാൻ ജസ്റ്റ് അളവെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇതുപോലെ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ അളവെടുക്കുക, എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഹെയർ അക്സസറീസിൻ്റെ മേക്കിങ്ങും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെയർ അക്സസറീസ് മേക്ക് ചെയ്യാൻ ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒരു റൗണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത റൗണ്ടും അതേമാതിരി തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതായത് ഒരു 8 ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കറക്റ്റ് ഒരു 8 ഷേപ്പ് ആക്കി എടുത്തിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ പ്ലെയർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ ഇതൊന്ന് ചെയ്തെടുക്കാനും കമ്പി കട്ട് ചെയ്യാനും ഒക്കെ. പ്ലെയർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇത് സിൽവറോ ഗോൾഡോ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഈ ഒരു ടൈപ്പ് തുണി അല്ലെങ്കിൽ ഈ ഒരു വർക്ക് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒക്കെ അറിയാമായിരിക്കും. നമ്മൾ ഫ്ലവറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആ ഒരു സംഭവം തന്നെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതിൽ വൈറ്റ് കളർ വെച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ലാസ്റ്റ് ഫൈനൽ ലുക്ക് കണ്ടിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ബട്ടർഫ്ലൈ ഷേപ്പാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. കറക്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുക. ജസ്റ്റ് വളച്ച് അതിനെ ഒന്ന് ആ ഒരു ഷേപ്പിലോട്ടാക്കിയെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഹെയർ അക്സസറീസിൻ്റെ മേക്കിംഗ് ക്ലാസ്സും അതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ, അതായത് ഫ്രോക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഓൺലൈൻ ക്ലാസ്സും എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ മെയ് തൊട്ടിട്ടാണ് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെയർ അക്സസറീസിൻ്റെ ക്ലാസ് വരുന്നത് 1 മാസമാണ് കേട്ടോ. 500 രൂപയാണ് റേറ്റ് വരുന്നത് ഒരു മാസത്തത്. അപ്പോൾ അത് മെയ്യിൽ സ്റ്റാർട്ട് ചെയ്ത ക്ലാസ് 1 മന്ത് ആയപ്പോൾ അത് ജൂണിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ചേരാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ചേരാൻ പറ്റും കേട്ടോ. അതായത് ഇൻഡിവിജ്വൽ ആയിട്ടാണ് ക്ലാസ്സസ് എടുക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് നിങ്ങൾക്ക് ചേരാനായിട്ട് പറ്റും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ ലെവലായിരിക്കുമല്ലോ ഉണ്ടാവുന്നത്. അതായത് കുറേയൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ടാവും, ഒന്നും അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ക്ലാസ് എടുക്കുമ്പോഴാണ് കറക്റ്റ് അവരുടെ ഇതിനനുസരിച്ചിട്ട് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും ഒക്കെ പറ്റുന്നതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു കുട്ടി ബട്ടർഫ്ലൈ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രസമല്ലേ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കമ്പിയിൽ ചെയ്തെടുത്തിട്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഉടുപ്പിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ മാക്സിമം തുണി വേസ്റ്റ് ആവാത്ത രീതിയിൽ വേണം കേട്ടോ ചെയ്യാൻ. ഒത്തിരി ടൈറ്റ് ആക്കരുത്, എന്നാൽ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കാനും പാടില്ല കേട്ടോ. ആ ഒരു രീതിയിൽ വേണം തുണി എടുത്തിട്ട് കറക്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്ത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെയിം കളർ നൂലിട്ട് തന്നെ കെട്ടാനായിട്ടും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി ഒന്ന് കെട്ടിക്കൊടുത്ത് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ അതായത് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, മൈ ഐഡിയാസ് ക്രാഫ്റ്റ് ഇൻ മലയാളം എന്നായിരുന്നു നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ പേര് കേട്ടോ. ആ സമയത്ത് ഒത്തിരി ക്രാഫ്റ്റ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കൂടുതലായിട്ടും ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ട് ഫ്ലവേഴ്സും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എന്തോ ഒരു ഹാലിൽ ഞാൻ എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനിത് കണ്ടപ്പോഴത്തേക്കും ആ ഒരു ഓർമ്മ വന്നു കേട്ടോ. കാരണം സെയിം ക്ലോത്ത്, അതായത് യെല്ലോ കളർ വെച്ചിട്ട് ഒരു റോസ് ഫ്ലവർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വ്യൂസ് വരാണ്ടിരുന്നപ്പോഴത്തേക്കും, അത് മാത്രമല്ല നമ്മൾ ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ മാറ്റി സ്റ്റിച്ചിങ്ങിലോട്ട് മാറ്റിയപ്പോഴത്തേക്കും എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതാണ്ട് 50 വീഡിയോയോളം ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു നിഗമനം. അത്രേ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതുപോലൊരു അലിഗേറ്റർ ക്ലിപ്പ് വെച്ച് കൊടുക്കാൻ പാകത്തിനുള്ള ഒരു ബട്ടർഫ്ലൈ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഈ ഒരു അറ്റത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഗ്ലൂ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒട്ടും കേട്ടോ. പെട്ടെന്ന് ഒട്ടിക്കിട്ടുകയും ചെയ്യും. നമ്മൾ ബോയിലോട്ടൊക്കെ നമ്മുടെ ഈ ഒരു പശ, അതായത് B7000 ഗ്ലൂ യൂസ് ചെയ്യുന്ന സമയത്ത് അധികം അങ്ങനെ പെട്ടെന്ന് ഒട്ടാത്ത പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ടൈം എടുക്കും. പക്ഷേ ഈ ഒരു ക്ലോത്തിൽ ഈ പശ വെച്ചിട്ട് പെട്ടെന്ന് ഒട്ടി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ച് നമുക്കിങ്ങനെ അരികെല്ലാം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഇത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇതിൽ എന്ത് മാറ്റം വരുത്തണമെങ്കിലും നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു തരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് മൊത്തത്തിൽ ഒന്ന് ഒട്ടിച്ച് പിറക്കിയെടുക്കണം. കറക്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്ത് എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് വെച്ചിട്ടൊക്കെ ചെയ്യുന്നത് നല്ല രസമുണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു ക്ലോത്ത് തന്നെ 2 കളർ കോമ്പിനേഷനിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് മെറ്റീരിയലും ഇത് യൂസ് ചെയ്യാനുള്ള കമ്പി, പിപ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കിറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇൻഷാല്ലാ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഉടനെ തന്നെ അത് ഇടാം കേട്ടോ. അതുപോലെ തന്നെ ഓഗസ്റ്റ് 15 വരാനായിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഒത്തിരി ഓർഡറും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ പറ്റിയൊരു ടൈമാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തവർക്ക് അറിയാനായിട്ട് പറ്റും. സ്കൂളിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡേഴ്സ് എടുക്കാൻ പറ്റുന്നൊരു ടൈമാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളതിന് വേണ്ടി ട്രൈ ചെയ്യണം. അതിൻ്റെ കിറ്റുകളും കാര്യങ്ങളും ഒക്കെ ഇടാം കേട്ടോ. കഴിഞ്ഞതിന് ചെയ്ത പോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇത്തവണയും എല്ലാവർക്കും ഓർഡർ എടുക്കാൻ പറ്റട്ടെ. കുറേ പേർക്കൊക്കെ പറ്റിയില്ല, അടുത്ത വർഷം നോക്കാമെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഇത്തവണ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് ബട്ടർഫ്ലൈ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ചെയ്തുകൂടെ നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.